ഞാൻ ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ കണ്ട എൻ്റെ കൃഷി കണ്ട നിങ്ങൾ ഇത് കണ്ട ഈ കക്കരിക്ക ആവാൻ കക്കരിയ ഇത് കണ്ട ഉണ്ടാവാൻ തുടങ്ങി. കണ്ട ഇതാ കക്കരിക്ക കണ്ട ഇതാ ഉണ്ടാകുന്ന കണ്ട ഇത് കണ്ട ഇതേപോലെ കക്കിരി ഇടിയെല്ലാം ഇടി ഉണ്ടാകുന്നുണ്ട്. കണ്ട കണ്ട ഇങ്ങനെ ഇതെല്ലാം ഉണ്ടാകാൻ തുടങ്ങി. കണ്ടില്ലേ, നമ്മൾ ഉണ്ടായാൽ നമ്മൾ നട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ ആ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അതിൻ്റെതായ ഒരു സന്തോഷം കണ്ടോ. ഇപ്പം എന്തൊരു സന്തോഷമായിരിക്കും എന്നറിയോ. അപ്പുറത്തോട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം. ഇതേ കണ്ടേ കക്കിരിക്കുണ്ട് അവിടെ ഉണ്ടാകുന്നുണ്ട്. കണ്ടില്ലേ, ആ നമ്മൾ നട്ട വിളവ് ഉണ്ടാകുമ്പോൾ അതിൻ്റെതായ ഒരു സന്തോഷം നമുക്ക് പറയാൻ പറ്റില്ല. ഇത് കണ്ട ഇവിടെ ഇതെല്ലാം ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടെങ്കിൽ നമുക്കിപ്പോൾ ഓണത്തിനാകുമ്പോഴേക്ക് പശു കൊടുക്കാൻ പറ്റും. ആ തരത്തിൽ കുറച്ചേ നട്ടിട്ടില്ലെങ്കിലും അത് നമുക്ക് ലവിടി ഉണ്ടാകുന്നുണ്ട്. കണ്ട ഇതെല്ലാം ഇങ്ങനെ ഓരോന്നും ഉണ്ടാകുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയാണ്. പിന്നെ എന്തെന്നായാലും പിന്നെ നമ്മൾ നട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനത്തിന് നമുക്കതൊരു വലിയൊരു പിന്നെ ആ അനുഭവം കാണുമ്പോൾ ആണ് അതിൻ്റെ സന്തോഷം തോന്നുന്നത്. ആ കത്തിരിക്ക നല്ല വലിയ വളരുന്ന കത്തിരിക്ക തന്നെയാണ്. പിന്നെ നമ്മളെ വളത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ എല്ലാ അനുഭവവും വളരുകയും കൂടുതലുമെല്ലാം. കണ്ട ഇതേപോലെ ഇതെല്ലാം തലി ഇങ്ങനെ പോകുമ്പം പുറത്തേക്ക് പോകുമ്പം തലി ഇങ്ങനെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതുണ്ടല്ല ഇങ്ങനെ പിടിച്ച് വെച്ചിട്ടുണ്ടല്ല പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ തല ചുരുണ്ടുപോയി പിന്നെ ആ തല വളരൂല. അങ്ങനെയുണ്ട്. അത് ഇതിനിപ്പോൾ ഇനി ഒരു മരുന്നും കൂടി അടിച്ച് കൊടുക്കണം. എന്താ വെച്ചാൽ ഒരുപോലെ പ്രാണികളാണ്, ഏറ്റവും പ്രാണിയും കുത്തുന്നുണ്ട്. കേട്ടോ അതാ പ്രാണിയുണ്ട, ഒരുപോലെ പ്രാണിയാണ്. ഇനിയിപ്പോൾ ഒരു മരുന്ന് അടിച്ച് കൊടുക്കണം. അതായിപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടുന്നത്. അതൊന്ന് അടിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ ഇപ്പം കണ്ടില്ലേ ഒരുപാട് കായ്കൾ കാണുന്നില്ല. കണ്ടാ ഇതേപോലെ ഇവിടെയുണ്ട്. ഇതിൻ്റെ അകത്ത് ഇത് കണ്ട താലോലി ഉണ്ടായിരുന്നു, കെട്ടു പോകുന്നുണ്ട്. കണ്ട താലോലി ഉണ്ടായി, പക്ഷെ അതും കെട്ടു പോകുന്നു. കണ്ട അത് പോയി. ഇനിയിപ്പോൾ ഞാൻ ഇനി അപ്പുറത്തോട്ട് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതാണ് കൂർക്ക കൃഷിയായി. ഇത് കണ്ടില്ലേ, ഇതാണ് ക്യാപ്സിക്ക. ഇത് കണ്ട ആടെ പറിച്ച് നടാനുണ്ട്. 2-3 ബാഗിൽ തൈയുണ്ട്. അത് നടണത്ര. ഇനിയിപ്പോൾ നിലത്തങ്ങാറ്റം നടാം. കണ്ട ചകരിച്ചോറില്ലാതെ ഞാൻ നടാത്. കൂർക്ക കൃഷി ഇപ്പം നട്ടതായത്, കഴിഞ്ഞ ആഴ്ച നട്ടതായത്. ഇത് കണ്ട ചേന കണ്ട ചേന ഇതിപ്പം ഇത് തേച്ചും ആ അച്ചിൽ നിന്നിട്ടാണ് ഇങ്ങനെ ആട്ടിവിട്ടത്. കണ്ട തേച്ച് അച്ചിൽ നിന്നിട്ട് കണ്ട അതിൻ്റെ ഇത് അച്ചും കണ്ട പൂരി എപ്പം അച്ചിലിൻ്റെ മേലെ എണീക്കൂല. തേച്ച് തിന്നു കഴിഞ്ഞു. അത് ഇനി അതുകൊണ്ട് വളരൂല കൂടുതൽ. ഇത് കണ്ട ഇതെല്ലാം നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ട ചോളം കണ്ട അതാ പൂക്കാൻ തുടങ്ങി. പക്ഷേ ഇതിങ്ങനെ പോരാ. ഇതിൻ്റെ കവളിലേക്ക് കൂടി ഈ വരുന്നുണ്ടെങ്കിൽ ഇത് നല്ല വണ്ണം വരണം. നല്ല വണ്ണം വരണം. പക്ഷെ അത് ആദ്യം വളം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് പെട്ടെന്ന് മൂട്ടുപോയി. ഇത് കണ്ട ഇതാണ് ചേരട്ട. ചേരട്ട അതാണ്. ഇതിപ്പം കണ്ടില്ലേ, ഇത് ആ പയറ് അങ്ങനെ തന്നെ മഴ കൊണ്ടാണ് അതിങ്ങനെ ഇതായിപ്പോയത്. നന്നാവാണ്ട. പിന്നെ വളം കൊടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് പറ്റിയ വെണ്ട നട്ടതാ. ഇത് വെണ്ടക്കെല്ലാം ഈ മഴ കുറച്ച് നിന്നാൽ മാത്രമേ നന്നായി കിട്ടൂലൂ. ഇത് കണ്ടില്ലേ ഈ ചോളം. ഇപ്പം ഇത് കണ്ട എൻ്റെ ചോളം പിന്നെ കൂർക്ക വളർന്ന് ഒരുപാടായിപ്പോയി. ഇത് കണ്ടില്ലേ, ഇതേപോലെ കപ്പ കപ്പ ഇത് അതിനേ ഉള്ളൂ. ഇത് കണ്ട എന്താ അതിൻ്റെ ഉയരവും. ഇത് കിഴങ്ങ് കുറവാന്ന് തോന്നി. ഇത് ഓല വീണിട്ടാണ് ഇതിങ്ങനെ ആയിപ്പോയത്. കിഴങ്ങ് കുറവാണെന്നൊന്നും സംശയം. പക്ഷെ വണ്ണം കാണുമ്പം ഒരുപാട് വണ്ണം നല്ലപോലെ കേങ്ങുള്ള പോലെ തോന്നുന്നു കാണുമ്പോൾ. ഇത് കണ്ട ഇതേപോലെ ചാക്കിൻ്റെ അകത്ത് നട്ടിട്ട് നിലത്തേക്ക് വേര് പോകാൻ വേണ്ടി ചാക്കിരുന്നു. നിലത്തേക്ക് പോയി കഴിഞ്ഞാൽ കിഴങ്ങ് ചാക്കിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തെരഞ്ഞ് കളിക്കൂലല്ലോ. കണ്ട ഇത്രയും വലിപ്പമുള്ള കപ്പ ഞാൻ ഏടിയും കണ്ടിട്ടില്ല. അത്രയധികം വലിപ്പമാണ് നമ്മൾ. ഇത് കണ്ട ഇത് മഞ്ഞൾ കൃഷി. അതിനൊന്നും പണിയെടുത്തിട്ട് നട്ടതേ ഉള്ളൂ. ചേമ്പ് വേണ്ട, അതിനിടയ്ക്ക് ഞാൻ പണിയെടുത്ത് കൊടുത്ത് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട. ചേനക്കും അങ്ങനെ പണിയെടുത്തുകൊണ്ട് നല്ല ഉഷാറായിട്ട് വന്നു. കാണുന്നില്ലേ, കുറച്ച് ചാണകം ഇട്ട് കൊടുത്തുകൊണ്ട് നല്ലൊരു ഉഷാറായിട്ട്. ഇത് കൂർക്ക കൃഷി ഇപ്പോൾ ഇതിനിടയ്ക്ക് നട്ടതായി. ഇതിൻ്റെ അപ്പുറത്തേത് ഇന്നാളെ നട്ടതാണ്. അത് വിളവെടുക്കാനായോ എന്നറിയില്ല. അത് ഇനി ഒരുപാട് മാസം വേണം. കണ്ടില്ലേ ഇനി കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. ഇതിങ്ങനെ പുറത്തോട്ട് എല്ലാം പൊളച്ച് വന്നതേ ഉള്ളൂ. നമുക്ക് എങ്ങൊന്നും കാണുന്നില്ല. എന്തെങ്കിലും ഇങ്ങ് പുറത്തേക്ക് വരുമല്ല. പുറത്തേക്കൊന്നും വന്നിട്ടില്ല. അതാ ചക്കരക്കിഴങ്ങ് ഒരുപാട് വളർന്ന് വന്നിട്ടുണ്ട്. അവിടെയുണ്ട്. അത് കിഴങ്ങുണ്ടോയെന്ന് നമുക്കിപ്പോൾ നോക്കിയാലേ വരെങ്കിലും പൊളച്ച് വരുന്ന കണ്ടായിട്ട് നല്ലോണം ആയ പോലെ ഉണ്ട്. ചേമ്പ് ചാക്കിൽ നട്ട ചേമ്പാണ്. അതിനൊന്നും പണിയെടുത്തില്ല. രണ്ടാമത്തെ പണിയെടുക്കണത്രേ. ഇത് കപ്പ ചാക്കിൽ നട്ട അതിങ്ങനെ ചെരിഞ്ഞ് പോകാൻ പോകുന്നുണ്ട്. കണ്ട നല്ല വേലില്ലാണ്ടായി. ഇതും വേണ്ട ചോളാന്ന് അതിൻ്റെ ഒപ്പം നട്ടതാണ്.
ഇതിനൊന്നും ഇവിടെ വെച്ചുകൊണ്ടൊന്നും പണിയെടുത്തില്ല. അപ്പം മഞ്ഞൾ കണ്ട, നല്ല എത്ര വലിയ മഞ്ഞളാണെന്നറിയാം. അതാ ഇത് കണ്ട, കുരുമുളക് കണ്ട, ഞാൻ കുറ്റിക്കുരുമുളക് ആക്കിയിട്ട് മുളക് കായ്ച്ചു കണ്ടാ, കണ്ടില്ലേ? ഇത് കണ്ട, ഇതാണ് മഞ്ഞൾ കൃഷി കണ്ട, മഞ്ഞൾ കണ്ട, മഞ്ഞളെല്ലാം നല്ല ഉഷാറുണ്ട്. ഇനിയിപ്പം ഇവിടുന്ന് കാണുന്നില്ല, ഏലില്ല എടുക്ക. ഇത് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇത് കണ്ട മഞ്ഞൾ കൃഷി കണ്ട, ഇഞ്ചി കൃഷിയായി. ഇത് കണ്ട ഇഞ്ചി, ഇതേപോലത്തെ ഈ ചേരട്ടെന്ന് പറഞ്ഞ സാധനം എത്രയാണെന്നറിയോ? കണ്ട ഇത് കണ്ട, ഇതെത്രയാന്ന് കിടന്നറിയോ? ഇതെല്ലാം ഒരുപാടാണ്. എല്ലാവരും ഇത് തിന്നും, എല്ലാം തിന്ന് നശിപ്പിക്കും. മഞ്ഞൾ കൃഷി കണ്ട, ഒരുപാട് ഉണ്ട്. ഇതെല്ലാം അച്ചിരി തിന്ന. ഇത് കണ്ട, അച്ചിരി വന്നിട്ട് കണ്ട, ഇതുപോലെ അച്ചിരി കയറിയിട്ടാണ് ഇതിങ്ങനെ കണ്ട, ഇതിൻ്റെ ഇല തിന്നിട്ടാണ് ഇങ്ങനെ ഒരു ഇതില്ലാത്ത. ഇത് കണ്ടില്ലേ, ഇതാണ് ചിരങ്ങ കൃഷി. കായ് ഉണ്ടാവാൻ തുടങ്ങിയില്ല, പൂത്തു, പക്ഷെ എന്താണെന്നറിയില്ല, കായ് ഉണ്ടാകുന്നില്ല. എന്താണെന്നറിയില്ല, സമയം ഒരുപാടായോ എന്തോ, നട്ടിട്ട് കുറേ ആയി, പൂത്തു, കായ് ഉണ്ടാകുന്ന കാണുന്നില്ല. കായ് ഉണ്ടായാലേ നമുക്ക് ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. കായ് വേണ്ടേ ആദ്യം. ഇവിടെ ഒന്നാമത് സൗകര്യമില്ല. ഇത് ചേമ്പാണ്, ആദ്യം നട്ട ചേമ്പാണ്. ഇതിപ്പോൾ കണ്ടല്ലോ, ഇതെല്ലാം പോയി കോളിഫ്ലവറെല്ലാം പോയി കണ്ടില്ലേ. ഇത് ഇഞ്ചി കൃഷിയാണ്. ഇത് ചേന, ഇതാണ് കിളക്കാനായതാണ്. ഈ മാസം കഴിഞ്ഞിട്ടേ കിളക്കുന്നത്. ഇത് ഇഞ്ചിയാണ് കണ്ട, ഇഞ്ചി പുറത്തേക്ക് കിഞ്ഞ് വരുന്നുണ്ട് ഇത്ര. ഇതെല്ലാം കുറേ ചീഞ്ഞ് പോയി കണ്ട, അരുവിൽ വെച്ചതുകൊണ്ട്. അതായത് തേച്ച് തിന്നിട്ടാണ്, പ്രാണി തിന്നിട്ടാണ്. ഇതിനിപ്പം കണ്ട, പുഴുവും പ്രാണി, അച്ചിൽ കണ്ട, ഇതാണ് അച്ചിൽ കണ്ട, ഇതാണ് തിന്നുന്നത്. ഇത് തിന്നിട്ടാണ് വെച്ചക്കാതെ കണ്ട. അത് കണ്ട, കോളിഫ്ലവർ എല്ലാം ചീഞ്ഞ് പോയി, തിന്നിട്ട് നശിപ്പിച്ചു പോയി. എലിയൊന്നും ബാക്കി വെക്കുന്നില്ല. ഇല ബാക്കി ഉണ്ടെങ്കിൽ ഇതിന് ശേഷി ഉണ്ടാവുമല്ലോ. ഇപ്പം ഞാൻ ഇതും കൂടി കാണിച്ചു തരാം, കോവക്കയും കൂടി കാണിച്ചു തരാം, എന്നിട്ട് മതിയാക്കാൻ വെച്ചിട്ടാണ്. കണ്ട, കോവക്ക നല്ല ഉഷാറായി. അതും ഈ മഴ കൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നല്ല ഉഷാറായതാ. ഈ 3-4 ദിവസത്തെ മഴ കൊണ്ട് ഇതാ കണ്ട, പഴുത്ത് പോയിട്ട് കണ്ട, പഴുത്ത് പോയിട്ട് കണ്ട, അതാ കണ്ട പഴുത്ത് പോയി കണ്ട. അയ്യോ, എനിക്ക് സങ്കടാവുന്നു കണ്ട, പൂക്കാനായ ഇതാണ് കണ്ട. അത് കണ്ട, അച്ചിരി കണ്ട, ഇതാ തിന്നുന്ന കണ്ട, ഇത് കണ്ട, ഇതാണ് ഈ നശിപ്പിക്കുന്നത്. ഇത് തിന്നിട്ടാണ് നശിപ്പിക്കുന്നത് കണ്ട. ഇതിനെ ഇങ്ങനെ നമ്മൾ കൊല്ലണം കണ്ട. ഇത് കണ്ട, ഇതാണ് സാധനം കണ്ട, ഇതില്ലേ, ഇത് കണ്ട, ഇതേപോലെയാണ് കണ്ട. ഇത് കണ്ട, കോവക്ക ഉണ്ടാവും. കോവക്ക പോകാനായി, അത് അതിനങ്ങനെ പറ്റിയിട്ടില്ല. ഇങ്ങനത്തേന് പറ്റുമ്പോഴേക്ക് ഇനി മഴ പെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഉഷാറായിട്ട് വരും. ഇത് കൊഴുത്തു പോയി ഈ ഭാഗത്ത്. ഇത് കണ്ട, ഇനി പോയിട്ട് അതിനങ്ങനെ കുഴപ്പം പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, പിന്നെ എനിക്ക് സപ്പോർട്ട് തരിക. എനിക്ക് അത്രേ പറയാനുള്ളൂ നിങ്ങളോട്. എനിക്ക് വീഡിയോ എടുക്കാനൊന്നും ആളില്ല, ഞാൻ തന്നെ എല്ലാം ചെയ്യണ. മഴയായിരുന്നു, ഇന്നലെ എടുത്തു വെച്ചൊരു വീഡിയോ പോയി, അതില്ല, അത് ഇടാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അത് നിങ്ങളോട് ഇതിപ്പം പറയുന്നത്. ഇനിയിപ്പം കണ്ടല്ലോ, എൻ്റെ പച്ചക്കറി കൃഷിയെല്ലാം നിങ്ങൾ കണ്ടല്ലോ. ഇനി പറ്റിയുള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നേരം നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.